ഒറ്റ പ്രയോജനമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഒന്ന് മാത്രമാണ്. അവിടെ സാധാരണഗതിയിൽ ക്രിസ്മസ് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ധാരാളം ആളുകൾക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മാത്രമാണ്. കാരണം അത്രയ്ക്ക് അതിശക്തമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കെത്താൻ കഴിഞ്ഞത്. അതിന്റെ പേരിൽ അവിടെ പ്രതിഷേധവും ഉണ്ടായി. നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ വിശ്വാസികൾക്കുണ്ടായ അസൗകര്യത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത്രേ. അദ്ദേഹത്തിന് ഡൽഹിയിലെ റിഡംഷൻ കത്തീഡ്രൽ ദേവാലയത്തിൽ അവിടുത്തെ ആരാധനയിൽ പങ്കെടുക്കാൻ ചില വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയാൽ അദ്ദേഹത്തിന് എന്താ ഇത്ര ദുഃഖം? അദ്ദേഹത്തിന് എന്താ അവിടെ കാര്യം? പക്ഷെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. ഇത് ഹിന്ദുത്വ ശക്തികളോട്, BJPയോട്, അല്ലെങ്കിൽ BJP ഭരണത്തോട് നമ്മുടെ ചില ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ കാട്ടുന്ന മൃദു സമീപനത്തിലുള്ളൊരു മറുപടി കൂടിയാണ്. കേരളത്തിലെ ക്രൈസ്തവര്, ഇന്ത്യയിലെ ക്രൈസ്തവ നേതൃത്വം അത് മനസ്സിലാക്കണം. CBCI ചില പ്രതിഷേധങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എന്താ സംഭവിച്ചതെന്നുള്ളത്, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാര് മറക്കരുത്. പക്ഷെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന് BJPയും കരുതണ്ട. ഒരിക്കൽ തൃശ്ശൂർ സംഭവിച്ചു. ആ തെറ്റ് മനസ്സിലാക്കിയ തൃശ്ശൂർകാര് ആ തെറ്റ് തൃശ്ശൂരിലെ ആളുകൾ തിരുത്തുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്: നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മഹാനടനാണ്, അഭിനേതാവാണ്. നമോ വാഗം.